तुमसे ही मिलकर तो दिल धड़कता है, तुम सांसों जैसे हो ऐसा लगता है। पहली दफा जो होने लगा है, पहले हुआ ना कभी। महसूस दिल ने जो भी किया है, लफ्जों में कह दूं अभी। प्यार हो जब प्यार हो, हर बार हो तुमसे ही। प्यार हो बेशुमार हो, हर बार हो तुमसे ही। तुम जो नहीं थे साथ तो तन्हा सा था दिल का सफर। बेख्वाब ही सोती रही, जगती रही मेरी नजर। आप पास मेरे पलकों पे रख दूं। ശേഷം ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീല വിട്ട് ജോർദാനക്കരെ യൂദായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസേയർ അടുത്തുചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളിച്ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. നിങ്ങൾ ഈ കുടുംബത്തിൽ ഏറ്റവും മംഗളകരമായിട്ടുള്ള ഒരു കാര്യത്തെ പ്രവേശിക്കുകയാണ്. അത് നൽകിയിരിക്കുന്ന വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന വിവിധ ക്രിസ്തുവിനെ സമർപ്പിക്കുന്നു. അതോടൊപ്പം ഈ കുടുംബാംഗങ്ങളെയും ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളാൽ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങ് ആദ്യമായി വിവാഹം ആശീർവദിച്ചത് ആദ്യത്തെയും അവയെയും ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ആശീർവാദം മുതൽ ഇന്ന് വരെയും തലമുറകളായിട്ട് ഒത്തിരിയേറെ വ്യക്തികൾ വിവാഹം എന്ന കൂതാശയിലൂടെ തങ്ങളുടെ ജീവിതത്തെ സുന്ദരമാക്കുവാനായിട്ട് പരിശ്രമിച്ചു. പ്രത്യേകിച്ച് ഈ ജീവിതത്തിലെ ഇന്നത്തെ ദിവസം ഇന്ന് ഈ കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തി തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുന്ന ഈ വേളയിൽ കർത്താവേ, അങ്ങനെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ കുടുംബങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. പ്രത്യേകിച്ച് രണ്ട് കുടുംബങ്ങളെയും നിങ്ങൾ തിരുസഭകൾ സമർപ്പിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും അങ്ങനെ ആത്മീയത നിറഞ്ഞ ഒരു കുടുംബം സൃഷ്ടിക്കുവാനുള്ള കൃപാവരം ഈശോയെ അങ്ങ് ഇവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരും ഒന്നു ചേർന്ന് ഈശോയെ അങ്ങയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അങ്ങയുടെ കൃപാവരം ഇവരെ നിറയ്ക്കണമേ. ഇവർ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും ക്ഷമിക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയത്തോടുകൂടി ഈ മംഗളകരമായ കാര്യം നിർവഹിക്കുവാനുള്ള കൃപാവരം അവിടുന്ന് അവർക്ക് നൽകണമേ എന്ന് ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിവാഹം സ്വർഗത്തിൽ നടത്തപ്പെടുന്നു എന്നറിയിച്ച ഈശോയെ സ്വർഗീയമായ ആനന്ദങ്ങളോടെ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നല്ല ഒരു ജീവിതം നയിക്കുക, നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള കൃപാവരം ഇവിടെ ഈ കുടുംബത്തിലുള്ളവരെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മാതാവേ, നിന്റെ മാധ്യസ്ഥം എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഈ രണ്ട് കുടുംബാംഗങ്ങളോടും ഒപ്പം ഉണ്ടായിരിക്കണമേ. അമ്മയുടെ ഞങ്ങൾ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദക്ഷിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദക്ഷിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
അങ്ങയുടെ ദർശനപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവട്ടെ. പരിശുദ്ധാത്മാവിന്റെ സ്തുതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ? സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ? നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ? മനസുഖം നിങ്ങുപോയി, എനിക്കില്ല ശാന്തി തെല്ലും. നിമിഷസുഖം നുകരാൻ കരളിനു ദാഹമെന്നും. സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥ. പകയുടെ തീക്കനലാൽ memories. The only girl you know that in my heart, the one I almost gave that ring. But we were so young, must have been only 19. Guess the time wasn't right and we said some mean things. It hit me the day when I saw her face. She was the one I let get away. I remember when I used to love her, used to love her, used to love her. I remember when I used to love her, used to love her, used to love her. The time goes on, goes on, goes on. The time goes on, goes on, goes on. We got to talking and I'm glad that everything's good. There was no love lost between us. I couldn't believe how I truly noticed now that I wasn't over her. I'm like, oh damn, 'cause now I know, man. Can look at all the pictures while I'm playing slow jams. What can I say? Is that the way our situation worked out? Wish there was something I could do. Like stop the clock from ticking, go back and revisit our relationship. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനമോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം.
പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതൃ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പുത്രഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജഭദ്രകടകളെല്ലാം ആന്തരികമാകുന്നു. അവിടെ മേലങ്കി പൊന്നുപുതഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുളകൾ പോലെയായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിൽ ഓരോ ദിവസവും കർത്താവ് സിംഹയിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗ്രഹിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുൾ ചെയ്ത മിശിഹായെ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധി
നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേയുന്നു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു.